നമസ്കാരം. ഇന്ത്യയിലേക്കാൻ പാക് അധീന കശ്മീരിലെ ജനങ്ങൾ തയ്യാറെടുക്കുകയാണ്. പാകിസ്ഥാനെ കല്ലെറിഞ്ഞോടിച്ച് ജനം ഇന്ത്യക്കൊപ്പം ചേരുമെന്ന സൂചനകൾ പുറത്തുവരികയാണ്. അശാന്തിയിൽ വൻ പ്രതിഷേധാഗ്നി പാക് അധീന കശ്മീരിൽ ആളിക്കത്തുമ്പോൾ ജനം ഒരേ സ്വരത്തിൽ പറയുന്നത് ഇന്ത്യ ഇടപെടണമെന്നാണ്, ഇന്ത്യ മതി എന്നതാണ്. എന്തുകൊണ്ടാണ് പാക് അധിനിവേശ കശ്മീരിൽ ഇപ്പോഴത്തെ ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടത്? എന്തുകൊണ്ടാണ് ആക്ടിവിസ്റ്റുകൾ ഇന്ത്യയുടെ സഹായം തേടുന്നത്? പാക് അധീന കശ്മീരിൽ അക്രമാസക്തമായ ഏറ്റുമുട്ടലുകളിൽ പോലീസ് ഉദ്യോഗസ്ഥരടക്കം കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിനെ തുടർന്ന് പാക് അധീന കശ്മീരിലെ മുസഫറാബാദിലും റാവൽകോട്ടയിലും അശാന്തി പടർന്നു പിടിക്കുകയായിരുന്നു. അക്രമത്തെ തുടർന്ന് പാക് അധീന കശ്മീരിലെ ആളുകൾ ഇന്ത്യയുടെ സഹായം തേടുകയും ആസാദിയുടെ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്നു. ഈ റിപ്പോർട്ടുകൾ വളരെ ശ്രദ്ധയോടെ വേണം നോക്കിക്കാണാൻ. പാക് അധിനിവേശ കശ്മീരിൽ ആസാദി മുദ്രാവാക്യങ്ങൾ ഉച്ചത്തിൽ മുഴങ്ങുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. ഇന്ത്യയുമായി ലയിക്കണമെന്നാവശ്യപ്പെടുന്ന പോസ്റ്ററുകൾ മേഖലയിലെ തെരുവുകളിൽ നിറഞ്ഞിരിക്കുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മരിക്കുകയും 100-ലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത വൻ പ്രതിഷേധത്തെ തുടർന്ന് പ്രദേശം വലിയ പുകച്ചിലാണ്. എന്താണ് POKയിലെ ഈ സംഘർഷത്തിലേക്ക് നയിച്ചത്? എന്തുകൊണ്ടാണ് ഈ പ്രദേശത്ത് ഇത്രയധികം പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത്? അവിടെ സമാധാനം തിരികെ കൊണ്ടുവരാൻ അധികാരികൾ എന്താണ് ചെയ്യുന്നത്? നമുക്ക് നോക്കാം വിശദമായി തന്നെ. ആരാണ് പ്രതിഷേധിക്കുന്നത്, എന്തുകൊണ്ടിത് എന്നത് തന്നെ ആദ്യം ചർച്ച ചെയ്യാം. മേഖലയിലെ വ്യാപാരികളെ പ്രതിനിധീകരിക്കുന്ന സംഘം വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പത്തിൽ പ്രതിഷേധം ശക്തമാക്കുകയായിരുന്നു. മംഗള അണക്കെട്ടിൽ നിന്ന് നികുതിരഹിത വൈദ്യുതി ആവശ്യപ്പെട്ടാണ് ഇവർ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. മാത്രമല്ല, ഗോതമ്പ് പൊടിക്ക് സബ്സിഡി നൽകണമെന്നും വരേണ്യവർഗം അനുഭവിക്കുന്ന പ്രത്യേക അവകാശങ്ങൾ അവസാനിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. എന്താണ് ഈ ഏറ്റുമുട്ടലിലേക്ക് നയിച്ചതെന്നതിലേക്ക് വരികയാണെങ്കിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ മുസഫറാബാദിൽ നടത്തിയ റെയ്ഡിൽ 70ഓളം JC പ്രവർത്തകരെ പാകിസ്ഥാൻ അധികൃതർ അറസ്റ്റ് ചെയ്തിരുന്നു. ഇത് അടച്ചുപൂട്ടലിനും പണിമുടക്കിനും കാരണമായി. പാകിസ്ഥാൻ സൈന്യം നിരായുധരായ സാധാരണക്കാർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നുവെന്നാണ് ആളുകൾ പറയുന്നത്. ഏറ്റുമുട്ടലിൽ ആളുകൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പല പ്രശ്നങ്ങളും മൂടിവെക്കുകയാണ്. ഇത് പ്രശ്നത്തിന്റെ ആഘാതം വലിയ രീതിയിൽ കൂട്ടുകയും ചെയ്തു. നിയമപരമായ ആവശ്യങ്ങൾ അടിച്ചമർത്തുന്നത് കാണുന്നത് വേദനാജനകമാണ്. പ്രത്യേകിച്ച് വൈദ്യുതി ബില്ലുകളിലെ അന്യായ നികുതിയും അവശ്യ വിഭവങ്ങളിലേക്കുള്ള പ്രവേശനത്തിന്റെ അഭാവവുമായി ബന്ധപ്പെട്ടവ. മേഖലയിലെ പവർ ഹൗസുകളിൽ നിന്ന് ഗണ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ടും പ്രാദേശിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ഫെഡറൽ സംസ്ഥാന അധികാരികൾ പരാജയപ്പെട്ടു എന്നാണ് ജനങ്ങൾ ഒരേ സ്വരത്തിൽ പറയുന്നത്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫും പാക് അധീന കശ്മീരിലെ സ്ഥിതിഗതികളിൽ ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ശക്തമായ ഇടപെടൽ വേണമെന്ന് പ്രതിഷേധക്കാർ പറയുന്നുണ്ട്. പ്രതിഷേധക്കാരിൽ ഒരാളായ അംജദ് അയൂബ് മിർസ വ്യക്തമായ കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത്. പാക് അധീന ജമ്മു കശ്മീരിലെ നിലവിലെ അവസ്ഥയിൽ നിന്ന് ഇന്ത്യക്ക് മാറി നിൽക്കാനാകില്ല. പാക് അധിനിവേശ കശ്മീർ മുഴുവനും സമാധാനപരമായ പ്രതിഷേധക്കാർ അടച്ചുപൂട്ടി. പാക് പോലീസും പഞ്ചാബ് പോലീസും മർദ്ദിക്കുകയും വെടിവെക്കുകയും ചെയ്യുന്നു. ഇന്ത്യ ഇപ്പോൾ പാക് അധിനിവേശ കശ്മീരിൽ എല്ലാ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സഹായിക്കുകയും വേണമെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. പ്രവർത്തകർ ഒരേ സ്വരത്തിൽ പറയുന്നത് ഇതാണ്: ഗിൽജിത് ബാൾട്ടിസ്ഥാൻ ഉൾപ്പെടെ അധിനിവേശ പ്രദേശത്തിന്റെ സ്വാതന്ത്ര്യം ചോദ്യചിഹ്നമാകരുത് എന്നതാണ് അവർ പറയുന്നത്. ദിവസം കഴിയും തോറും സ്ഥിതിഗതികൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണെന്നും പ്രവർത്തകർ പറയുന്നുണ്ട്. ഇന്ത്യ മുന്നോട്ട് വരണം, ഇന്ത്യ പ്രവർത്തിക്കണം എന്നതാണ് അവരുടെ ആവശ്യം. 2023 ഓഗസ്റ്റിൽ നടന്ന ഏറ്റുമുട്ടലുകളോട് സാമ്യമുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റുമുട്ടലുകൾ. ഇത്തവണത്തെ പ്രതിഷേധക്കാർ തടിച്ചുകൂടി ആയിരക്കണക്കിന് വൈദ്യുതി ബില്ലുകൾ കത്തിച്ചു കളഞ്ഞിരുന്നു. അന്നും അവരുടെ ആവശ്യങ്ങൾ സമാനമായിരുന്നു. വൈദ്യുതിയുടെ വില കുറയ്ക്കുക, വില കുറഞ്ഞ ഗോതമ്പ് മാവ് നൽകുക. ഈ ഒരു ആവശ്യം ശക്തമായിട്ടും അവർ ഉന്നയിച്ചിരുന്നു. എന്തായാലും പാക് അധീന കശ്മീരിലെ സ്ഥിതിഗതികൾ അത്യന്തം മോശമായി തുടരുമ്പോൾ ഇന്ത്യ ഇടപെടണമെന്ന ആവശ്യം ശക്തമായി ഉയരുകയാണ്. അത് പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയുമാണ്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ അധികൃതർ പറഞ്ഞത് അവസരം മുതലെടുക്കാൻ ശത്രുക്കളെ അനുവദിക്കരുത് എന്ന്. എന്നാൽ ഇന്ത്യയെ മനസ്സിലാക്കുവാൻ, ഇന്ത്യ ശത്രുവല്ല എന്നുള്ള വസ്തുത മനസ്സിലാക്കുവാൻ പാക് അധീന കശ്മീരിലെ ജനങ്ങൾക്ക് സാധിക്കുന്നു എന്നിടത്താണ് പാകിസ്ഥാന്റെ പരാജയവും ഇന്ത്യയുടെ വിജയവും. ഇന്ത്യയെ ശത്രുവായി ചിത്രീകരിക്കുന്നത് പാകിസ്ഥാന്റെ വെറും തന്ത്രം മാത്രമാണ്. അത് അവരുടെ അടവ് മാത്രമാണ്. അത് ജനം തിരിച്ചറിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്.